പ്രിയപ്പെട്ടവരെ, ഈ കമ്പ്യൂട്ടർ കുറ്റകൃത്യങ്ങൾ തടയാൻ വേണ്ടിയിട്ട് നമ്മുടെ സംസ്ഥാന സൈബർ പോലീസ് ഓപ്പറേഷൻ സൈഹണ്ട് എന്ന് പറയുന്ന ഒരു വലിയ പരിപാടി, ഒരു അന്വേഷണ പരിപാടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഓപ്പറേഷൻ സൈഹണ്ടിൽ കൊച്ചിയിൽ പിടിയിലായത് വിദ്യാർത്ഥികളടങ്ങുന്ന വൻ തട്ടിപ്പ് സംഘമാണ്. അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കുന്നതിനിടെ 3 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഏലൂർ സ്വദേശി അഭിഷേക് ബിജു, വെങ്ങോല സ്വദേശി ഹാഫീസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. ഇവരുടെ അക്കൗണ്ടുകളിൽ നിന്ന് ഇന്നലെ മാത്രം 6 ലക്ഷത്തിലേറെ രൂപയാണ് പിൻവലിക്കപ്പെട്ടിരിക്കുന്നത്. സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും രാജ്യവ്യാപകമായ തട്ടിപ്പ് നടത്തിയവരെ കണ്ടെത്തുന്നതിനും ഇരകൾക്ക് നഷ്ടപ്പെട്ട പണം കണ്ടെത്തി നിയമ നടപടികൾ ദ്രുതഗതിയിലാക്കുന്നതിനുമായി കേരള പോലീസ് നടപ്പാക്കിയ പദ്ധതിയാണ് ഓപ്പറേഷൻ സൈഹണ്ട്. ഓപ്പറേഷൻ സൈഹണ്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥികളടങ്ങുന്ന വൻ തട്ടിപ്പ് സംഘത്തെ കണ്ടെത്തിയിരിക്കുന്നു. ഷബാസ് അഹമ്മദുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഷബാസ് അഹമ്മദ്, നമ്മളിൽ പലരും, ഒരുപക്ഷെ കേരളത്തിൽ പല വാർത്തകളും നമ്മൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിലെയൊക്കെ പണം തട്ടുന്ന വലിയ സംഘവുമായിട്ടൊക്കെ ഇവർക്ക് ബന്ധമുള്ളവരായിരിക്കുമോ ഇപ്പോൾ പിടിയിലായ ഈ 3 വിദ്യാർത്ഥികളടക്കമുള്ളവർ? ഷബാസ് അഹമ്മദ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അരുൺകുമാർ. അത്തരത്തിലുള്ള സൂചനകൾ പോലീസ് നൽകുന്നുണ്ട്. എന്തായാലും സാമ്പത്തിക സൈബർ കുറ്റകൃത്യങ്ങളിൽ വിദ്യാർത്ഥികളടക്കമുള്ള സംഘങ്ങൾ ഉൾപ്പെടുന്നു എന്നത് വളരെ ഞെട്ടിക്കുന്ന വിവരമാണ്. കേരള പോലീസ് സംസ്ഥാന വ്യാപകമായി നടത്തിയ ഈ സൈഹണ്ട് എന്ന ഓപ്പറേഷന്റെ ഭാഗമായി ഇന്നലെ നടത്തിയ റെയ്ഡിലാണ് ഈ 3 വിദ്യാർത്ഥികൾ പിടിയിലായിട്ടുള്ളത്. കൊച്ചിയിലെ കോളേജ് വിദ്യാർത്ഥികളാണ് ഈ പിടിയിലായവർ. ഏലൂർ സ്വദേശി അഭിഷേക് ബിജു, വെങ്ങോല സ്വദേശി ഹാഫീസ്, എടത്തല സ്വദേശി അൽത്താഫ് എന്നിവരാണ് പിടിയിലായത്. ഇവർ തൃക്കാക്കരയിലെ ഒരു കോളേജിൽ പഠിക്കുന്നവരാണ്. ഇവരുടെ അക്കൗണ്ടിൽ നിന്ന് ഇന്നലെ മാത്രമായി 6 ലക്ഷം രൂപയോളമാണ് പിൻവലിച്ചത്. ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടത്തുന്ന അക്കൗണ്ടുകൾ, മ്യൂൾ അക്കൗണ്ടുകൾ പ്രവർത്തിക്കുന്ന രീതി തന്നെ എങ്ങനെയാണ്? ആ അക്കൗണ്ടുകൾ കുറെ സമയം സ്ലീപ്പിംഗ് മോഡിലായിരിക്കും. അതിൽ ട്രാൻസാക്ഷൻ ഒന്നും തന്നെ നടക്കില്ല. പിന്നീട് പെട്ടെന്നൊരു ദിവസം അതിലേക്ക് കുറേയധികം പണം വരികയും പിന്നീട് ഈ പണം പെട്ടെന്നൊരു ദിവസം പിൻവലിക്കുകയും ചെയ്യും. ഇതാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘങ്ങളുടെ അക്കൗണ്ടുകൾ ട്രാൻസാക്ഷൻ നടത്തുന്ന രീതി. ഈ ട്രാൻസാക്ഷനുകൾ കേന്ദ്രീകരിച്ചായിരുന്നു കേരള പോലീസ് വലിയ രീതിയിലുള്ളൊരു ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. ഇത്തരത്തിലുള്ള അക്കൗണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടത്തിയത്. അങ്ങനെയാണ് ഈ കൊച്ചിയിലെ കോളേജ് വിദ്യാർത്ഥികളടക്കം ഈ വൻ തട്ടിപ്പ് സംഘത്തിന്റെ ഭാഗമായുള്ള വിദ്യാർത്ഥികളടക്കം ഇന്നലെ പിടിയിലായിട്ടുള്ളത്. എന്തായാലും കേരള പോലീസ് കൂടുതൽ അന്വേഷണം നടത്തി വരുന്നുണ്ട്. 125 പേർ ഇതുമായി ബന്ധപ്പെട്ട് നിരീക്ഷണത്തിലാണ്. അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നുള്ളൊരു സൂചനയാണ് പോലീസ് നൽകുന്നത്. ഇന്നലെ മാത്രം 263 പേരെയാണ് ഈ സൈഹണ്ടുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിലേറെയും തട്ടിപ്പ് സംഘവുമായി നേരിട്ട് ബന്ധമുള്ളവരാണ്. ഈ തട്ടിപ്പ് പണം കൈകാര്യം ചെയ്യുന്നത് ഇവരുടെ അക്കൗണ്ടുകളിലൂടെയാണ്. ഇവർ വാടകയ്ക്ക് നൽകിക്കൊണ്ട് കമ്മീഷൻ മേടിച്ചാണ് ഈ അക്കൗണ്ടുകൾ തട്ടിപ്പ് സംഘത്തിന് കൈമാറുന്നത്. അത്തരത്തിൽ ഈ സൈബർ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയാനുള്ള എല്ലാവിധ മുന്നൊരുക്കങ്ങളുമാണ് ഈ ഓപ്പറേഷൻ സൈഹണ്ടിലൂടെ കേരള പോലീസ് നടത്തുന്നത്. താങ്ക് യു. ഓപ്പറേഷൻ സൈഹണ്ട് വിദ്യാർത്ഥികൾ അടങ്ങുന്ന സംഘത്തെയാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്.